Hi dears and welcome to a new video. പുതിയൊരു ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഇന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. സർദാർ വല്ലഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. സോ ദിസ് ഇസ് എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് സൂറത്ത്. അപ്പോൾ നമുക്ക് ഈ നോൺ ടീച്ചിങ് സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതായത് ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും മറ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാം. ഫീ ആൻഡ് ഓൾ ദാറ്റ് എന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതൊക്കെ കാണാം. സോ ആദ്യം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ, പ്ലീസ് സപ്പോർട്ട് ദ ചാനൽ. ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ജോബ് വേക്കൻസീസും അക്കാഡമിക് റിലേറ്റഡ് വീഡിയോസും ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ മേക്ക് ദ മാക്സിമം യൂസ് ഓഫ് ഇറ്റ്. എല്ലാ വീഡിയോസും തന്നെ ടൈംലി ആയിട്ട് കാണുക. അതായത് ഈ അപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യാൻ ഒരു ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇമ്മീഡിയറ്റ്ലി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ആ വീഡിയോ കാണുകയും അതിനെപ്പറ്റി ഇൻഫർമേഷൻ അറിയുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുക. മീൻസ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഡേറ്റ് കഴിഞ്ഞു പോയി അല്ലെങ്കിൽ ടൈം കഴിഞ്ഞു പോയി എന്നുള്ള ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഓൺ ദ സ്പോട്ട് കാണാം. സോ അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും മിസ്സാവാതെ യു ക്യാൻ അപ്ലൈ ഫോർ ഓൾ ദീസ് നോട്ടിഫിക്കേഷൻസ്. ഓക്കെ, സോ ഇനി അധികം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ SVNIT സൂറത്തിൽ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത്. ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതായത് www.svnit.ac.in എന്നതാണ് വെബ്സൈറ്റ്. ഒന്നുകൂടെ പറയാം, www.svnit.ac.in. അപ്പോൾ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കരിയേഴ്സിൽ പോയി കഴിഞ്ഞാൽ ജോബ്സ് അറ്റ് SVNIT എന്ന് കാണാം. ജസ്റ്റ് ക്ലിക്ക് ഓൺ ടു ദാറ്റ്. And here you can see non-teaching staff in the recruitment notification of non-teaching position. അപ്പോൾ you can view or all that details are here. ഇനി നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണാം. ദിസ് ഇസ് ദ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഫോർ ദിസ് പോസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ എത്ര പോസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് യു ക്യാൻ സി ഹിയർ 17 പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്. ഓഫീസ് അറ്റൻഡൻ്റ് ആണ് പോസ്റ്റ്, അല്ലെങ്കിൽ ലാബ് അസിസ്റ്റൻറ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. 17 വേക്കൻസീസ് ഉണ്ട്. പിന്നെ അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് 27. ഓക്കെ, നൗ അതർ ഡീറ്റെയിൽസ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് April 19th ആണ് 2021. അന്ന് വൈകിട്ട് 5 മണി വരെ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ സൈൻ ചെയ്തിട്ട് ഓഫ്ലൈനായിട്ട് അല്ലെങ്കിൽ പോസ്റ്റൽ വഴി അവിടേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനുള്ള ലാസ്റ്റ് ഡേറ്റ് 29th April ആണ്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷന് വെബ്സൈറ്റ് വിൽ ബി അവൈലബിൾ അപ് ടു April 19th. പിന്നെ ഓഫ്ലൈനായിട്ട് പോസ്റ്റൽ വഴി നിങ്ങൾ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് April 29th ആണ്. സോ കീപ്പ് ഇൻ മൈൻഡ് ദീസ് തിങ്സ്. ഇനി വരുന്നത് അപ്പം എങ്ങോട്ടാണ് അയക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്, വെബ്സൈറ്റ് പറയുന്നുണ്ട്. പിന്നെ യുവർ എൻവലപ്പ് ഷുഡ് കണ്ടെയ്ൻ ഓൾ ദാറ്റ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ID നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു എൻവലപ്പിൽ വേണം അയക്കാൻ. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ജസ്റ്റ് യു ക്യാൻ ഗോ ത്രൂ ഇറ്റ് ബിഫോർ അപ്ലൈയിങ്. അപ്പോൾ നമുക്ക് ഈ ജനറൽ കാര്യങ്ങൾ മാത്രം പറയാം. ഓക്കെ, ഡോക്യുമെൻറ്റ്സ് എൻക്ലോസ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, UG PG അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സ് അതിൻ്റെയൊക്കെ കോപ്പി. ഓക്കെ, പിന്നെ വരുന്നത് എന്താ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. SC ST EWS OBC കാൻഡിഡേറ്റ്സിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ്, PWD കാൻഡിഡേറ്റ്സിന് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, എക്സ് സർവീസ്മെനാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ദെൻ ഫോട്ടോ ID കാർഡിൻ്റെ എനി കോപ്പി, ആധാർ കാർഡ്, പാസ്പോർട്ട്, സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതർ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അതർ റിലവൻറ്റ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കാണിക്കേണ്ടതാണ്. ദെൻ CGPA. ഓക്കെ, ഇക്വലൻസി സർട്ടിഫിക്കറ്റ്. നമ്മൾ അതർ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കാണിക്കണം. സോ അങ്ങനെ മീൻസ് റെഗുലറായിട്ടുള്ള ഒരാൾക്ക് ഡിഗ്രി PG അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കോമൺ സർട്ടിഫിക്കറ്റ്സ് തന്നെ വരുന്നുള്ളൂ. ഇത് സ്പെഷ്യൽ കേസസുകളും കൂടി കൊടുത്തതുകൊണ്ടാണ് ഇത്രയും അധികം ലിസ്റ്റ് കാണുന്നത് ആപ്ലിക്കേഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ അപ്ലിക്കേഷൻ പ്രോസസ്സ് സൈറ്റ് ഞാൻ പറഞ്ഞു, www.svnit.ac.in എന്ന വെബ്സൈറ്റ്.
ദെൻ എല്ലാ പേജസും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക അയക്കുന്നതിന് മുന്നേ. ഇനി ആപ്ലിക്കേഷൻ ഫീ ജനറൽ അല്ലെങ്കിൽ UR EWS OBC കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 1000 rupees ആണ്. ഓക്കെ, സോ ഇൻ ജനറൽ ആപ്ലിക്കേഷൻ ഫീ ഇസ് 1000 rupees. ബട്ട് SC ST PWD ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല. ഓക്കെ, സോ all females, okay, come on, you can apply here. SC ST PWD and female candidates are exempted from paying the fee. സോ അധികം ചിലവൊന്നുമില്ല, വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ. ഇനി നമുക്ക് എലിജിബിലിറ്റി കൂടെ കാണണം അല്ലേ. അപ്പോൾ ഡേറ്റ്സ് ഇവിടെ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് March 8th. ദെൻ ലാസ്റ്റ് ഡേറ്റ് April 19th. അപ്പോൾ കോപ്പി അവിടെ എത്തേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഗെറ്റിംഗ് ദ ഹാർഡ് കോപ്പീസ് 29th April ആണ്. ഓക്കെ, then okay, here it is. Name of the post, office attendant or lab assistant, lab attendant. Then pay scale പറഞ്ഞിട്ടുണ്ട്. Age limit 27 years. Educational qualification, office attendant, lab assistant രണ്ടിനും senior secondary അല്ലെങ്കിൽ +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഓക്കെ, ലാബ് അറ്റൻഡൻ്റ് ആണെങ്കിൽ സയൻസ് ആയിരിക്കണം സ്ട്രീം. സോ ബേസിക് ക്വാളിഫിക്കേഷൻ ഇസ് +2, 10+2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇനി ഒരു പ്രൊബേഷൻ പീരീഡ് ഒക്കെ ഉണ്ട്, മറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. 1 year പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. പിന്നെ യു വിൽ ബി അപ്പോയിൻറ്റഡ് ആസ് എ പെർമനൻറ്റ് ഫാക്കൽറ്റി, അല്ലെങ്കിൽ പെർമനൻറ്റ് പോസ്റ്റ്. ഓക്കെ, സോ ഇനി ഇത് മറ്റ് ഫോംസ് ആൻഡ് ഡീറ്റെയിൽസ്. ഓക്കെ, നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ കണ്ടു. സോ യു ക്യാൻ അപ്ലൈ. ഇപ്പോൾ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ, അപ്ലൈ ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, അപ്പം April 19th ആണ് ലാസ്റ്റ് ഡേറ്റ്. +2, വെറും +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. നോൺ ടീച്ചിങ് പോസ്റ്റ് ആണ്, ഒരു സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റ് ആണ്. അപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ, +2 ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരില്ലല്ലോ. ഐ മീൻ മോസ്റ്റ് ഓഫ് യു മസ്റ്റ് ബി ഹാവിങ് ദാറ്റ്. സോ +2 ക്വാളിഫിക്കേഷൻ ആണ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഫീമെയിൽസിന് ഫീ ഇല്ല, SC ST PWD കാൻഡിഡേറ്റ്സിനും ഫീ ഇല്ല. സോ all of you apply for this post. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. താങ്ക് യു.